കേരള കുംഭമേളയിൽ സനാതന ധർമ്മത്തിന് ഒരു ഉദാഹരണത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് ലാലേട്ടൻ ഫാൻസ്, ഈ ലാലേട്ടൻ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ടീമുണ്ട് അല്ലേ? അതിൽ മമ്മൂട്ടി ഫാൻസ് വലിയൊരു ടീമുണ്ട്. പക്ഷെ ഇവരാരും ലാലേട്ടൻ ആവണില്ല, മമ്മൂട്ടി ആവണില്ല. പക്ഷെ അവരിൽ നിന്നും എന്തുണ്ടാവും? ഇപ്പൊ ലാലേട്ടൻ ഫാൻസിൽ നിന്നും അതേപോലെ മമ്മൂട്ടി ഫാൻസിൽ നിന്നും ഒക്കെ നടന്മാര് പിന്നെയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവരൊന്നും ഒരിക്കലും എന്താവില്ല, ലാലേട്ടനാവില്ല, മമ്മൂട്ടി ആവില്ല. അതേപോലെ തന്നെ സനാതന ധർമ്മത്തിലുള്ള 33 കോടി, ഈ സനാതന ധർമ്മത്തിലുള്ള 33 കോടി ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ളവർ തന്നെ അതിലാരൊക്കെയോ ആയിട്ട് സനാതന ധർമ്മത്തിലേക്ക് ആയിത്തീരും. പക്ഷെ ഇതിലുള്ള നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ 100-150 കോടി ജനങ്ങൾ, 150 കോടി. ഈ 150 കോടിന്ന് കുറയ്ക്കുക, 30 കോടി കുറച്ച് കഴിഞ്ഞാല് 33 കോടി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? ഇവരില് എത്ര പേരാണ് ഇതിനെ ആചരിക്കുക? ഈ സനാതന ധർമ്മത്തിന്റെ ഈ ഒരു ഇത് ആ ഒരു സിസ്റ്റം ആചരിക്കുക. ഈ സിസ്റ്റം നമുക്ക് എവിടുന്നാ കിട്ടിയിട്ടുള്ളത്? ഇതേപോലെ ഈ സന്യാസിമാരിൽ നിന്നും അതുപോലെ അനവധി നിരവധി ഗ്രന്ഥങ്ങളിൽ നിന്നും വേദങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ആചരണങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മം ഇവിടെ ഉണ്ടെന്നും ഈ ധർമ്മത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. പക്ഷെ ഒരു കാരണവശാലും 150 കോടി ജനങ്ങളും എന്താവൂല, സനാതന ധർമ്മത്തിലേക്ക് ആവില്ല. 150 കോടി ജനങ്ങളുടെ പോട്ടെ, നമുക്ക് കട്ട് ചെയ്യാം. ഒരു 100 കോടി ജനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവതയിൽ ഉണ്ട് തന്നെ വെക്കുക. കാരണം ഇപ്പൊ ഇതര മത എല്ലാവരും ഉണ്ടല്ലോ ഇപ്പൊ ഭാരതത്തിൽ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 100 കോടി ഉണ്ടെങ്കിൽ ഈ 100 കോടിയും ഒരു കാരണവശാലും എന്താവില്ല, സനാതന ധർമ്മത്തിലേക്കാണ്. 100 കോടിയിൽ നിന്നും 33 കോടി, ഈ 33 കോടി മാത്രമേ കൃത്യമായിട്ട് ആചരിക്കുള്ളൂ. കൃത്യമായിട്ട് അത് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, അതെല്ലാം അവസാന സമയം, ചിലപ്പോൾ അവസാന ശ്വാസത്തിലായിരിക്കും സനാതന ധർമ്മം ആചരിക്കുക. അപ്പൊ അതിന്റെ ഒരു സിസ്റ്റം മനസ്സിലാക്കുന്നത് ആരായിരിക്കും? ഈ 33 കോടിയായിരിക്കും. അവരുടെ പവർ, അവരുടെ രീതികൾ, ആ ഒരു കുറഞ്ഞ സമയം എന്താണ് ഈശ്വരൻ, എന്താണ് ഈശ്വരൻ എന്നുള്ള നമ്മള് എന്താണ് ഈശ്വരന് ഭൂമിക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ഈശ്വരൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ധർമ്മം ആചരിച്ച് ശരിയായ രീതിയിലുള്ള ആത്മീയ പവർ എടുത്ത് അതിനെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ഉപകാരപ്രദമാക്കിക്കൊണ്ട് ഭൂമിക്ക്, ഭാരതത്തിന്, പ്രപഞ്ചത്തിന്, പ്രപഞ്ച നീതിക്ക്, അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ വേണ്ട രീതിയിലുള്ള കാര്യകാരണ കർമ്മങ്ങൾ ചെയ്യുക ഈ 33 കോടിയിലുള്ളവർ മാത്രമാണ്. അത് നമ്മളിൽ ഓരോരുത്തരിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ തത്വമസി എന്ന് പറഞ്ഞത്, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള പല ശിവോഹം എന്ന് പറഞ്ഞത്, അതൊക്കെ എന്താ വെച്ചാൽ എല്ലാവരിലും ഉണ്ട്. ചൈതന്യം എല്ലാവരിലും ഉണ്ട്. മാനവസേവ, മാധവസേവ തന്നെയാണ്. പക്ഷെ അതിന്റെ ആ ഒരു ശരിയായ രീതി മനസ്സിലാക്കിയിട്ട് 33 കോടി ആവുന്നത്